നമ്മളെന്നും തേങ്ങ വെട്ടി പൊളിച്ചിട്ടാല് മഴക്കാറ് വരലാണ്. ഇന്നെന്താ ഭാഗ്യത്തിന് രാവിലെ തന്നെ വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മളെ പണി നമ്മൾ ഇന്നലെ വെട്ടിപ്പൊളിച്ചിട്ട് തേങ്ങന്നൊക്കെ അടർത്തി എടുത്തിട്ട് ചെത്തിയിടലാണ്. ഇതാ ഇന്നലെ നമ്മൾ ഷീറ്റിന്റെ ഏകദേശം പകുതിയോളം ഭാഗത്തുണ്ടായിരുന്നു. അത്രയും ഭാഗം കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം തന്നെ അമ്മ എന്താക്കി ഒരുവിധമൊക്കെ ഇങ്ങനെ അടർത്തി എടുത്ത് ചെത്തിയിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇതും കൂടെ ഉള്ളൂ. ഇത് കുറച്ച് ആവാത്തത് ഇന്ന് രാവിലത്തെ വെയിലും കൂടെ കൊണ്ടുവന്ന ശേഷം റെഡിയാവും. അപ്പൊ നമുക്ക് ആയത് ഇങ്ങനെ എടുത്തിട്ടേ കൊണ്ടുപോവാം. വെയിലിന്റെ കാര്യം പറഞ്ഞപ്പോ വെയിൽ മങ്ങനുണ്ടോ? ഇന്നലെ നമ്മള് വെട്ടിയിട്ട സമയത്ത് കുറച്ച് വെയിൽ ഇറച്ച്, പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വെയിൽ കുറഞ്ഞു പോയിട്ട് ഇന്നലെ. പക്ഷെ മഴയൊന്നും പെയ്തില്ല ഭാഗ്യത്തിന്. അപ്പൊ ഇത് നോക്കിയിട്ട് എടുക്കണം. അതായത് ആയത് നോക്കിയെടുത്താല് പെട്ടെന്ന് നമുക്കിങ്ങനെ അടർത്തി എടുക്കാൻ കഴിയും. ഒക്കെ ഉമ്മ ഇന്നലെ സെലക്ട് ചെയ്തിട്ട് മാറ്റി വെച്ചതാണ്. ഉമ്മ മൊത്തത്തിൽ എടുത്തു നോക്കി, അതിലാവാത്തത് പിന്നെ ഇങ്ങോട്ട് തന്നെ വെച്ച്. ഇപ്പൊ രാവിലത്തെ വെയിൽ കിട്ടിയാൽ മതി കേട്ടോ, വേഗം ആയി കിട്ടും. ചിലത് പൊളിച്ചയിൽ പാളിപ്പോയില്ല, കുറച്ച് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നല്ലൊന്ന് ഉണങ്ങിയാലും അങ്ങോട്ട് കറക്റ്റ് പോന്ന് കിട്ടുള്ളൂ. ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, ഒരു കുഴിഞ്ഞു പോയിട്ട് കുറച്ച് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖം. ഈ ചിരട്ടേന്ന് വേറെ കുറച്ച് പണിയാണ്. വെയിൽ കൊണ്ടാൽ മതി നമുക്ക്. പിന്നെ തേങ്ങ നല്ല ഉണക്കല്ലോണ്ട് വേഗം ഇതായി അടർത്തി എടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. പകുതി എന്നല്ല, പകുതി കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മപ്പോ ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് പണി. മടുത്ത് തന്നിട്ട് ഇനിയിപ്പോ ഞാനും കൂടെ വരാം, ഞാൻ വേഗം തീർക്കാലോ. ഉമ്മ പിന്നെ കത്തിയായിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കാം. ഉമ്മ കുറച്ചും കൂടെ ഒന്ന് ഉണങ്ങിയാൽ സ്പീഡ് കിട്ടും. എന്നാലും കുഴപ്പമില്ലല്ലോ ഉമ്മ, കിട്ടണൊക്കെ ഉണ്ട്. ഞാൻ എടുത്ത സാധനം നോക്കി, സ്ക്രൂ ഡ്രൈവർ ആട്ടോ. സ്ക്രൂ ഡ്രൈവർ ആയിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ കത്തിയായിട്ട് കുറച്ചുകൂടെ നല്ലതല്ലേ അമ്മ. സ്ക്രൂ ഡ്രൈവർ കിട്ടുന്നുണ്ട്, ഉണക്കം കുറവുള്ളതുകൊണ്ടാ. ഉണക്ക് പറഞ്ഞാൽ തേങ്ങ ഉണക്കുണ്ട്, ചെറുതായിട്ട് നല്ല ഉണക്കുണ്ടെങ്കിൽ ഒന്ന് വെയിൽ തട്ടണ്ടേ, ആ ഒരു പ്രശ്നം വന്ന്. ഇതാ കിട്ടണൊക്കെ ഉണ്ട്. അതാ ആയി കേട്ടോ. ഒരു വെയിൽ വിട്ടപ്പോ തന്നെ രാവിലത്തെ വെയിൽ നല്ല അത്യാവശ്യം നല്ല വെയിലാട്ടോ, വേഗം ആകുന്നു കേട്ടോ. ഇന്നലെ അത്ര വെയിലില്ലായിട്ടും തേങ്ങയൊക്കെ ഏകദേശം കിട്ടി. അത് ഞാൻ പറഞ്ഞല്ലോ, നല്ല ഉണക്കായിട്ട് വെള്ളമൊന്നും ഇല്ലേനു കുറെ തേങ്ങ, നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ച തേങ്ങ ഇല്ലേനോ. ഞാൻ നല്ല ഈസിയിൽ നോക്കി എടുക്കട്ടോ, ഉമ്മാക്ക് ടാസ്ക് കൊടുക്കുക. ഇതൊക്കെ ഇതൊന്നും തൊടുമ്പോഴത്തേക്ക് വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ കിട്ടണം. അപ്പൊ വേഗം ഇനി അതാ കാണുന്നതും കൂടെ ഉള്ളൂ. അതുകൊണ്ട് തീർത്ത് കഴിഞ്ഞാല് അടർത്തൽ കഴിഞ്ഞ്. പിന്നെ കുറച്ച് തേങ്ങ ഉള്ളതുകൊണ്ട് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞത്. മറ്റേത് 2 ദിവസത്തിനെടുത്ത് നമുക്കിത് ഇങ്ങനെ ഇതാക്കാൻ ഒരു ദിവസം മുഴുവനായിട്ട് ഇരിക്കണം. ഇതിപ്പോ ഇന്നലെ രാത്രി ഉമ്മ ഇരുന്നതുകൊണ്ട് വൈകുന്നേരം ഉമ്മ തുടങ്ങി. പക്ഷെ രാത്രി ആയപ്പോഴത്തേക്കും ഇങ്ങനെ അടർത്തി കഴിഞ്ഞ് പിന്നെ ഉമ്മ ചെത്തിയിടുക ചെയ്ത്. ഇത് നമ്മള് വെട്ടിപ്പൊളിക്കുമ്പോൾ ഇങ്ങനെ ആയതുണ്ട്. ചിലതൊക്കെ നാസറൊക്കെ കറക്റ്റായിട്ടൊന്നും കിട്ടില്ലല്ലോ. ഇങ്ങനെ വരുന്നത് നല്ല ഉണങ്ങിയിട്ടില്ലെങ്കിൽ കുറച്ച് പണിയാണ്. ഇത് കുറച്ച് ആയതാണ്. തീരെ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പണി ചെയ്തെടുക്കാൻ. ഇതിൽ കറക്റ്റ് നമുക്ക് കത്തി സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിക്കാൻ കഴിയില്ല. ഇതായതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ കിട്ടുന്നത്. പറ്റാത്ത ഉമ്മ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് തന്നെ കുറച്ചുകൂടെ വെയിൽ തട്ടിക്കണം. ചെത്തിയിടുമ്പോഴത്തേക്ക് ആയി കിട്ടും. ഇങ്ങനെ ആയാലും ഇങ്ങനെ കറക്റ്റ് കിട്ടും. അത് നമ്മൾ കോടാലിയായിട്ട് വെട്ടുമ്പോൾ ചില ഭാഗം അങ്ങനെ പൊളിഞ്ഞു പോരും. പിന്നെ അത് രണ്ടാമത് വെട്ടി പൊളിക്കാൻ നിൽക്കൂല. ഉണങ്ങി കഴിഞ്ഞാൽ സിമ്പിളാ. അപ്പൊ കുറച്ചും കൂടെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെത്തി ഇട്ടുണ്ട്. അങ്ങോട്ട് നോക്ക്, ഇത് കാണിച്ചു കൊടുക്ക്. ഇതൊക്കെ ഇന്നലെ ഉമ്മ വൈകുന്നേരം അടർത്തി ഇട്ടിട്ട് രാത്രി 10 മണിയായിട്ടായിരിക്കണം ഉമ്മാന്റെ പണി കഴിഞ്ഞപ്പെട്ടു. അതിങ്ങനെ ഇങ്ങനെ ആയത് മൊത്തം ചെത്തിയിട്ട് കാണും, ചെറുതാക്കി ചെത്തിയിടും. അതിലുണ്ട്. അപ്പൊ ഇത് വേഗം വെയിലത്ത് ഇട്ട് കൊടുക്കാം. ഒരു തല വേഗം ഉണങ്ങി കിട്ടിക്കോട്ടെ. അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറഞ്ഞല്ലോ, ഇന്നലെ ശരിക്ക് വെയിൽ കിട്ടിയിട്ടില്ല. ആ വെയിലും കൂടെ കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ ഒറ്റ ട്രിപ്പിൽ തന്നെ നമ്മൾ അടർത്തി എടുത്തു കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഇതവിടെ ബാക്കിയായത്. അപ്പൊ ഇനി ആയത് വേഗം ഉണക്കിയിട്ടില്ലെങ്കിൽ മഴ ഇനി എങ്ങനെ വരാൻ, ഉച്ചയ്ക്ക് ചിലപ്പോൾ മഴ വരും. നോക്കി തന്നെ ഇത് എടുക്കണം. ഇത് കുറച്ച് അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ സൈഡിൽ അത് പരത്തണം. ഞങ്ങളിപ്പോ ആട്ടുന്നതിൽ ഏറ്റവും കുറച്ച് തേങ്ങ ആട്ടുന്നത് ഇതാട്ടത്. ഇതൊന്നും അല്ല നമ്മൾ ചെയ്യാൻ പറഞ്ഞല്ലോ, കൂടുതൽ ചെയ്യും. ഇതിപ്പോ നമുക്ക് വെളിച്ചെണ്ണ എന്നല്ല വാങ്ങിയപ്പോ പറഞ്ഞല്ലോ, വില കേട്ടിട്ട് നെട്ടി. അപ്പൊ രണ്ടും ഒരു മാസം കൂടെ കഴിഞ്ഞ് നമ്മൾ കാപ്പിയറി 1.5 മാസത്തേക്ക് പിടിച്ചിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ വേഗം സെറ്റ് ആക്കി വെക്കുക. അതല്ല അതിലും കൂടുതൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാപ്പിയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മൊത്തത്തിൽ കൂടുതലായിട്ട് ആട്ടി സ്റ്റോക്ക് ചെയ്യാനുള്ളതും എല്ലാം ചെയ്യണം. ഇപ്രാവശ്യം എന്താ വെച്ചാൽ നോമ്പ് പറയല്ലോ, നോമ്പ് നേരത്തെയാണ് ഞങ്ങൾക്ക്. നോമ്പ് കഴിഞ്ഞിട്ട് ഇപ്രാവശ്യം നടക്കുള്ളൂ തോന്നുന്നു. ഇത് ഒക്കെ മാറ്റി വെക്കണം. ഇതൊക്കെ തൊണ്ടാണ് കേട്ടോ, തൊണ്ടും ചിരട്ടി ഉള്ളതുകൊണ്ട് കത്തിക്കാനുള്ള സാധനമാണ്. ഇതിപ്പോ രാവിലെ മുറ്റം മൊത്തണ്ടേ, ആക്കെ ഫസ്റ്റ് മുമ്പ് രാവിലെ തന്നെ ഒക്കെ ചാക്കിലാക്കിയിട്ട് നമ്മൾ ആടിന്റെ വെള്ളം ചൂടാക്കുന്ന അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അതിന് എടുത്താൽ എല്ലാം കത്തും.
ചിരട്ടിയുണ്ട്, ചകിരിയുണ്ട്. നേരെ വെച്ചെടുത്താൽ മതി. നല്ലൊരു ഷീറ്റ് വിരിക്കണം. ഷീറ്റൊക്കെ പുതിയത് ഈ സീസൺ ആയി കഴിഞ്ഞാൽ ഈ ഷീറ്റിന് നല്ല ആവശ്യക്കാരാട്ടോ. ഞങ്ങളിവിടെ കാപ്പി പറിക്കാൻ എല്ലാവരും വാങ്ങിക്കുന്ന ഷീറ്റാണ്. ഞങ്ങളെന്തായാലും കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങയൊക്കെ ഉണക്കി കഴിഞ്ഞാൽ ഈ കാപ്പി പറിക്കാനും എടുക്കാം. നല്ല സ്പീഡല്ല, കൊട്ടയെ പറിക്കുന്നൊക്കെ മാറി. കൊട്ടമ്മ ഉപയോഗിക്കുന്ന ഇതിൽ നിന്ന് കാപ്പി ചാക്ക ഇടാൻ മാത്രമേ ഇപ്പം കൊട്ട എടുക്കണുള്ളൂ. വേഗം നമുക്ക് ഈ ഷീറ്റ് വിരിക്കട്ടെ കേട്ടോ. ഇത് 2 ഷീറ്റ് ഉണ്ട്. ഇനി കാണുമ്പോൾ ഒരു ഷീറ്റ് തന്നെ ഇരിക്കും. 2 ഷീറ്റായിട്ട് അതല്ലേ വേണ്ടോ, നമുക്കൊരു ഷീറ്റ് മതി. ഇതാണിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉണ്ടാവുക. ആ തല കിട്ടണം കറക്റ്റ്. ഷീറ്റ് ഇതാ വിരിച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗം പുറത്താ. ഒന്നുകൂടെ കൊണ്ട് വലിച്ചു വെക്കാം. കുറച്ചായതുകൊണ്ട് നമുക്ക് കനം കുറച്ചിട കേട്ടോ. അപ്പൊ വേഗം ഉണങ്ങി കിട്ടും. അത്യാവശ്യം വലുപ്പമുള്ള ഷീറ്റ് തന്നെ കേട്ടോ. ഇങ്ങനത്തെ ഒരു ഷീറ്റിലാണ് നമ്മൾ ഞാൻ പറയില്ല കാപ്പി പറിക്കാൻ. ഒരു തുള്ളി കാപ്പി പുറത്തോട്ട് പോകില്ല. ഇങ്ങനെ വിരിക്കുക, വലിച്ചൂരിടുക. അവിടെ കാപ്പി കറിയൊക്കെ നല്ല സ്പീഡിൽ നടക്കും. പിന്നെ ഇതാ ഇങ്ങനെ എന്തായാലും ഇത് കുറച്ച് റിസ്ക് അടിച്ച പണിയാണ് ഇങ്ങനെ ചെത്തിയിടല്. എന്നുവെച്ചാൽ നമ്മൾ ആദ്യം ഒന്ന് അടർത്തി എടുത്തിട്ട് എല്ലാവരും അധികം എല്ലാവരും പൊട്ടിച്ചിട്ടിട്ട് കുറച്ച് വലുപ്പമുള്ള പീസാക്കിയിട്ട് വെക്കുക. ഇങ്ങനെ ആക്കിയുള്ള ഗുണം എന്താ അറിയോ, ഇനി വെയിലൊന്ന് ചതിച്ചാൽ നമുക്ക് ഒരാഴ്ചന്റെ വെയിൽ വാരിയിടാം. ഞാൻ തട്ടിക്കോളാം കുഞ്ഞോളെ. കുഞ്ഞോളെ ഇങ്ങനെ വാരിയിടാന്ന് പറഞ്ഞു. നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. അവിടെ കനം കുറച്ച് തന്നെ ഇടാം. മറ്റേതൊക്കെ നമ്മൾ ആദ്യം ഇടുമ്പോൾ നല്ല കനത്തിലിട്ടിട്ട് ഉണങ്ങുന്ന അനുസരിച്ചാണ് കനം കുറഞ്ഞു വരല്. ഇത് പറഞ്ഞില്ല കുറച്ചായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇടാം. അപ്പൊ ഇങ്ങനെ ചെത്തിയാല് ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച നമുക്ക് ഉണങ്ങാൻ നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് നല്ല ഉണങ്ങി കിട്ടും. അപ്പൊ ഇനി വെയിൽ കുറച്ച് കുറഞ്ഞാലും വേഗം ഉണങ്ങാൻ എളുപ്പമാണ് ഇങ്ങനെ ചെത്തിയിട്ടാല്. ആരും ഈ റിസ്ക് എടുക്കലില്ല. നമ്മളൊക്കെ മില്ലിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ അവര് പറയും ഇങ്ങനെ അധികം ആരും ചെയ്യലില്ല. ഓരൊക്കെ വലിയ കഷ്ണാക്കിയില്ല. അവർക്ക് ഇത് ആട്ടാനും നല്ല സുഖാട്ടോ. ഒരേ ട്രിപ്പിൽ കുറെ ഇട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ വലിയ പീസിനെ കാട്ടിയും നല്ലതാണ്. പിന്നെ ഇതിന് ചെറിയൊരു മൈനസ് പറയുന്നത് എണ്ണ പോകുമെന്ന് പറയും. കൂടുതൽ ഇങ്ങനെ ഉണങ്ങി തുടങ്ങിയതിനു ശേഷം നമ്മളിങ്ങനെ പായിലൊക്കെ ഷീറ്റൊക്കെ കുറെ എണ്ണ തീന്ന് പോയി ഇത്ര ചെറുതാക്കി ചെത്തിയാന്ന് പറയുന്നുണ്ട്. അല്ലാതെ നമുക്ക് ഉണങ്ങി കിട്ടാൻ എളുപ്പമുള്ള പരിപാടിയാണ്. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളല്ലേ രാത്രി 10 മണി വരെ ഇരുന്നുമ്മ ചെത്തി ഉണ്ടാക്കിയതാണ്. ഉമ്മക്ക് തന്നെ കഴിയുള്ളൂ. ഞാൻ കുറച്ച് അടർത്തി കൊടുത്തിട്ട് ഞാൻ പോയി. ബാക്കി ഉമ്മ അത് ഇതാക്കി തീർത്തും ചെയ്തു. ഇതുപോലെ ചെത്തിയിട്ടും കഴിഞ്ഞു. അതുകൊണ്ട് എന്തായിന്നറിയോ, ഇതൊന്ന് കാണിച്ചു കൊടുക്കും കുഞ്ഞോളെ. ഇതാ നമ്മളെ ഗ്രോ ബാഗില് പച്ചമുളകൊക്കെ വാടിയിട്ടുണ്ട്. ഉമ്മാന്റെ പണി ഇത് നടക്കല്. വൈകുന്നേരം ഒന്നും അതിന് നിന്നുകൊണ്ട് ഇതൊക്കെ വാടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് വേഗം ഒന്ന് വെയിലത്തിട്ടിട്ട് നല്ല ഈ പച്ചമുളകൊക്കെ ഉഷാറായിട്ട് നമ്മളെ ചട്ടിയിലുള്ളതാണ്. വാട്ടറൊക്കെ വന്നത് ഇവിടെ വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല പച്ചമുളക് മൂപ്പായിട്ടുണ്ട്. അപ്പൊ വിളവെടുപ്പിന്റെ വീഡിയോ നമ്മൾ ചെയ്യും. അപ്പൊ ഈ വേഗം ഇത് നനയ്ക്കണം. ഇന്നത്തെ വെയിൽ മൊത്തം കൊണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ പച്ച വാടിപ്പോവും. ഇങ്ങനെ കായൊക്കെ ഉള്ള സമയത്ത് വല്ലാതെ വാടിക്കഴിഞ്ഞാല് ശരിക്കും നല്ല ക്ഷീണം കൊടുക്കും. കനം കുറക്കട്ടെ. ഒന്നുകൂടെ നല്ല കനം കുറച്ച് വരും. ഞാൻ പറഞ്ഞില്ല ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നമുക്ക് ഇത് കുറച്ചുകൂടെ വെയിൽ കൊണ്ടോട്ടെ തൊണ്ടിലുള്ളതേ. ബാക്കിയുള്ളതും കൂടെ വേഗം ഒന്ന് ചെത്തിയിട്ട് ഇതിന്റെ കൂടെ ഇടാം. ഈ ഒരു വോൾട്ടേജ് കുറയുന്ന ആയിരിക്കട്ടെ വെയിൽ ഇടക്ക് നല്ല കുത്തി വരിക, ഇതിന്റെ ഇടക്ക് മങ്ങുക. അവിടെ പേടി തന്നെയാണ്. പിന്നെ ഒരു വെയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ഞാൻ പറഞ്ഞാൽ നമ്മളെ സുഹൃത്തിന്റെ ഡ്രയറിലാണ്ട് കൊണ്ടുപോകും. കുറച്ച് ഗ്യാസ് ചിലവാകുള്ളൂ. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് സംഭവം ഉണങ്ങി കിട്ടും. നല്ലതും കൂടുതൽ എണ്ണയൊക്കെ കിട്ടുക നമ്മൾ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയാൽ തന്നെയാണ്. ഇങ്ങനത്തെ പീസാണ് ചിലവരൊക്കെ കൊണ്ടുവരുന്നത്. ഇപ്പം അങ്ങനെ ആയിപ്പോയതാണ്. ഇങ്ങനത്തെ കൊടുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി ചെയ്യും. അടർത്തിയ സാധനം ഇങ്ങനെ കൈയായിട്ട് തന്നെ പൊട്ടിച്ച് കളഞ്ഞു. ഇതാ ഇങ്ങനെ ചെറുതാക്കിയത്. ഇതുമ്മ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇന്നലെ മനെ കൈയും ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. ഇതിങ്ങനെ ചെത്തിയിടണം. ഇത് നമുക്കുമ്മ ഒന്ന് ചെത്തിയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കും. ഉമ്മാന്റെ ചെത്തിന്റെ ഇത് കാണിച്ചു കൊടുക്കുക. അങ്ങോട്ട് വാ ഉമ്മ തന്നെ കുറച്ച് ചെത്തി കാണിച്ചമ്മ. ഞാൻ ഇതായിക്കോളാം. ആ കത്തി വേണല്ലേ. ചെത്താൻ കത്തി വേറെ കേട്ടോ. അത് അമ്മാനെ പുറകെ തന്നെ. അമ്മാന്റെ ആയുധങ്ങൾ കയ്യിൽ വെക്കുന്നുണ്ടോ. ചെറിയ അതിന് ഈ ഒരു കത്തി ചെറിയ കറിക്കത്തിയും
പിന്നെ വിരലിലും അത് ഇട്ടിട്ട് എന്നാൽ തന്നെ വിരൽ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ ഇങ്ങനെ അങ്ങോട്ട് ചെത്തിയിടുക. മറ്റേത് ഏതായാലും കുറച്ച് വെയിൽ കൊണ്ടാൽ ഈ അടർത്ത അത് അത്രയും ഇങ്ങനെ നമ്മളെ പ്രഷർ ചെയ്യുമ്പോൾ കളയണ്ടല്ലോ അടർത്താൻ. അങ്ങനെ ചെത്തിയിട്ടാല് ഇതുവരെ ചെയ്യാത്തവരൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒന്ന് ചെയ്തോളിട്ടോ. എന്നാല് നമുക്ക് ഉണങ്ങി കിട്ടും. എന്നോട് മാമനാണ് പറഞ്ഞത് ഇങ്ങനെ ആക്കുമ്പം എണ്ണ കുറെ പോകുന്നു. അതായത് നമ്മളിങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉണങ്ങുന്നതനുസരിച്ച് എണ്ണ ഇങ്ങനെ നമ്മളെ കയ്യിലൊക്കെ ആവും. അപ്പൊ ഇങ്ങനെ ചെറുതാക്കുമ്പോൾ എണ്ണ പോകും. ഇങ്ങനെ വലിയ പീസാണെങ്കിൽ എണ്ണ അങ്ങനെ ഇതാവില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ നോക്കിയെന്നാലേ എങ്ങനെയാണ് നമ്മളെ കാലാവസ്ഥ എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഇത് ഉമ്മാക്ക് ശീലമായിട്ട് അമ്മ ഇനി എത്ര ഇതായാലും വേനൽക്കാലം നല്ല വെയിലത്താണെങ്കിലും ഇങ്ങനെ ചെയ്യുള്ളൂ. ഇതും കൂടെ കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാ, കുറച്ച് വെയിൽ കൊള്ളട്ടെ. അത്യാവശ്യം വെയിലായില്ല ഞങ്ങളെ. എന്തായാലും ആ വെയിലിന് വേഗമുണ്ട് ഒന്നുണ്ട് വാടിക്കഴിഞ്ഞാല് പിന്നെ സുഖം. ഇന്നത്തെ ഒരു വെയിൽ നല്ല കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒട്ടല് പോട്ടോ. പിന്നെ നമുക്ക് ഇനി വലിയ വെയിൽ അങ്ങനെ വെയിലുള്ള സമയം മാത്രം കിട്ടിയാലും നമുക്ക് ഉണക്കിയെടുക്കാം. പക്ഷെ ഫസ്റ്റത്തെ വെയിൽ കിട്ടണം. ഇതിലൊരു ഒട്ടലുണ്ട്, അപ്പൊ അത് ഉമ്മ ചെത്തിയെടുത്തേ. അപ്പം ഇത്രയുള്ള വീഡിയോയില് നമുക്കിനി കുറച്ചും കൂടെ കാണില്ല. ആ കണ്ടതും കൂടെ നമുക്ക് അടർത്തി എടുക്കാനോട് ചെത്തി. അതെന്തായാലും ഉച്ച ആകുമ്പോഴത്തേക്കും ഉമ്മ തീർക്കും. കുറച്ചും കൂടെ വെയിൽ കൊള്ളട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്നലെ വാങ്ങി 1 ലിറ്റർ വെളിച്ചെണ്ണ നമ്മള് പൊട്ടിച്ചിട്ടില്ല, കുറച്ചുകൂടെ ഉണ്ടായിരുന്നു പറഞ്ഞ്. അപ്പൊ ഇന്നത്തെ അത് എടുക്കും. ആ 1 ലിറ്റർ തീർന്നതിന് മുന്നേ ഇത് ഉണക്കി എടുക്കണം. അതാ അതിന്റെ ടാസ്ക്. ഇനി ഞാൻ വാങ്ങൂല, ഇനി വെളിച്ചെണ്ണ കഴിഞ്ഞാലും വാങ്ങാം. അപ്പൊ അത്രയും കൺട്രോൾ ചെയ്തിട്ട് 1 ലിറ്റർ ഒരാഴ്ചക്ക് 1 ലിറ്റർ എന്നുള്ള രീതിക്ക് ആക്കൂട്ടെ ഞങ്ങൾ. അത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അംബാനിയാവും, എണ്ണ എടുത്ത് ഉപയോഗിക്കും. ഇത്രയുള്ള വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി ഞാൻ പോയിട്ട് എന്ത് ചെയ്യാ, ചെടികളൊക്കെ നനക്കട്ടെ. അതാണ് വോൾട്ടേജ് പോയി, വെയിൽ പോയി. ചെടികളൊക്കെ നനക്കാണ്ട് അതൊക്കെ നനച്ചക്കട്ടെ. ഈ വൈകുന്നേരം ആകുമ്പോഴത്തേന് മുളകൊക്കെ തീരുമാനമാവും.